ഡബിങ് പാട്ടുകൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ പണിയാണ് അല്ലേ? ഇപ്പൊ ഹാപ്പിക്ക് ഇന്നും ഹാപ്പി എന്ന് പറഞ്ഞ സോങ്, പിന്നെ ഐ ഹേറ്റ് യു അല്ലെ കുറവാ, അതൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കണേ? ഇന്ന് ഓർക്കുമ്പോൾ ആ ഒരു കാലഘട്ടം പാട്ടുകളിലൂടെയാണ് ഈ സിനിമയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നത്. ഹാപ്പി എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ പാട്ടെഴുത്തുകാരനാകുന്ന സിനിമ ആദ്യമായിട്ട് എഴുതുന്നത് തന്നെയാണല്ലേ? വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കാലക്കഥ ഒരു ഫോൺ കോൾ വരികയും ഞാൻ അങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് എഴുതാനായിട്ട് എന്നെ വിളിച്ചാണ്. ഹാപ്പി അടിപൊളി ലുക്കായ ഹാപ്പി എന്നുള്ളതിന്റെ ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, ഇൻട്രോ സോങ്. അത് എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നത്. അതിനു മുമ്പ് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ആ പാട്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ വരികൾ ഇഷ്ടപ്പെട്ടതോടുകൂടി അടുത്ത ഒരു 3 പാട്ടും കൂടെ ബാക്കി എഴുതി. അന്ന് എങ്ങനെയായിരുന്നു ഈ പ്രോസസ്സ്? ഞാൻ ചോദിച്ചു, ഈ ലിപ്പും നമ്മളെ ലിപ്പും കുറച്ചൊക്കെ പിടിക്കണം, ആ ട്യൂൺ പിടിക്കണം. ഒരു വെല്ലുവിളി എന്ന് പറയാൻ നേരത്തെ ഇതിന്റെ ഒരു ട്യൂൺ മാത്രമല്ല, സാധാരണ മലയാളം പടത്തിലാണെങ്കിൽ ഇപ്പൊ ട്യൂൺ അനുസരിച്ച് എഴുതിയാൽ മതി. ഇത് ട്യൂണിനോടൊപ്പം തന്നെ ഇതിന്റെ ലിപ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ചുണ്ടിന്റെ അനക്കം, അതനുസരിച്ചുള്ള വാക്കുകൾ കണ്ടെത്തി. പക്ഷെ ഈ ആശയം ചോരാതിരിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കാൻ നേരത്ത് ഒരു മലയാളം പാട്ട് കേൾക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിജീവിച്ചാണ് ഈ പാട്ട് എഴുതിയത്, ഹാപ്പിയിലെ പാട്ടുകൾ. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇതൊരു വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു ഈ ഹാപ്പിയിലെ പാട്ട് എഴുതി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് രാംസരന്റെ അല്ലെ പെട്ടി വരെയുള്ള എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ ഡ്രൈവിംഗ് ഓടിക്കാൻ നേരത്ത് ആദ്യം വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. പിന്നെ അത് നമ്മൾ എന്താ പറയുന്നത്, വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുമ്പോൾ ഓടിക്കണം എന്ന് പറയുന്ന പോലെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അങ്ങനെയാണ്. പാട്ടെഴുത്തിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഈസിയായി. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവം അതിന്റെ ബാക്കി നമ്മൾ നമ്മുടെ എന്താ പറയുന്നത്, ഈ മലയാളി ഓഡിയൻസിന് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് ഒരു മൊഴിമാറ്റ ഗാനം കൂടുതൽ മനോഹരമാകുന്നത്. അങ്ങനെ എഴുതാൻ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കും. കുറച്ച് കുട്ടികൾ, കോളേജ് കുട്ടികൾ, അവരുടെ ക്ലാസ് റൂമിലോ മറ്റേതെങ്കിലും ഒരു സ്പെഷ്യൽ ഷോ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തിട്ട് അവരത് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു 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 അവരുടെ ആ ഹാപ്പി മൂഡ്സ് അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ വരിക. കേരളത്തിലെ കുട്ടികൾ നിങ്ങൾക്ക് ഒന്നുമല്ല രണ്ടല്ല, ഞാൻ പല കോളേജുകളുടെയും ഫെസ്റ്റിവലിൽ യുവാക്കളും യുവതികളും കോളേജുകളിലെ സെലിബ്രേറ്റ് ഏതാ ദിവസം എന്നറിയില്ല, ലാസ്റ്റ് ഡേ ഓർ സംതിങ് ലൈക്ക്. അപ്പോൾ അതുപോലെയുള്ള ദിവസം അവരെത്രയ്ക്ക് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാണ്. അന്ന് മുതൽ എനിക്ക് എന്നവനെ നമുക്ക് ഹാപ്പി റിലീസ് ചെയ്തുകൂടെ. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്, ഈ ലാസ്റ്റ് ജനുവരിയിലാണ്. അപ്പോഴാണ് നമുക്ക് ജൂൺ 8 അല്ലു അർജുൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ അന്നത്തെ സമയത്ത് എല്ലാ പ്ലാനിങ്ങും കൊണ്ട് എത്തിച്ചിട്ട് നമുക്ക് പറ്റിപ്പോയത് എന്നാന്ന് വെച്ചിരുന്നാൽ, വാഴ എന്നുള്ള സിനിമ നന്നായിട്ട് പോവുകയും അതിൻ്റെ ഒരു ഇത് വരികയും ചെയ്തപ്പോഴാണ് ഞങ്ങളത് പിന്മാറിയത്. വാഴ പിന്നെ ക്യാമ്പസുകളിലും ഒരു ട്രെൻഡായി മാറിയല്ലോ. അത് ട്രെൻഡ് ഒരു ഘടകം. രണ്ടാമതൊരു ഘടകം എന്നാന്ന് വെച്ചിരുന്നാൽ തിയേറ്റർ അവൈലബിലിറ്റി ഇല്ലാതായി. അപ്പോൾ അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ സാവകാശം കാണിച്ചുകൊണ്ട് അടുത്ത ഡേറ്റിലേക്ക് പോയത്. അപ്പോൾ അടുത്ത മാസം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത ഏറ്റവും ബെസ്റ്റ് ഡേറ്റ് ഏതെന്ന് നോക്കി നിന്നു. അതാണ് ജൂൺ 12. ആ ഡേറ്റ് ഓപ്പോസിഷൻ കുറവാണ്, പ്ലസ് മറ്റുള്ള അനുകൂലമായ സാഹചര്യങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെയാണ് തീരുമാനിച്ചത്. അന്നത്തെ ഒരു മെമ്മറി, அது சடனா என்னோட அக்கௌண்ட்ல ஒரு 10 crores ஆனா எனக்கு எவ்வளவு சந்தோஷமா ஏன்னா வந்துட்டு ஒரு ஃபிலிம் ஒரு லாங்குவேஜ்ல பண்றோம், ஹிட் ஆகுது ஒரு பெரிய கிஃப்ட். ரீரிலீஸ்ல வந்து ஹிட் ஆகுது ஒரு ஹிட். இப்போ டார்லிங் வந்து பர்த்டே ரிலீஸ் பண்ணி 12 crores கலெக்ட் பண்ணுச்சு, ஹாப்பி ஹிட். இது மலையாளத்துல ரீரிலீஸ்ங்கிறது வந்து அது வந்து ஒரு மலையாளத்துல ஃபிலிம் ஹிட் அடிக்கிறது ஒரு டைரக்டருக்கு மிகப்பெரிய விஷயம். அது ரீரிலீஸில் ஹிட்டுங்கிறது வந்து ஒரு சொல்ல முடியாத, விவரிக்க முடியாத ஒரு சந்தோஷம். அவ்வளோ பரவசமாக இருக்குது.